കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ നഷ്ടപരിഹാര പട്ടികയിൽ അപാകതയെന്ന പരാതി. അനർഹരെ കണ്ടെത്താൻ റവന്യൂ വകുപ്പ് പരിശോധന തുടങ്ങിയിട്ടുണ്ട്. വടകര ഡെപ്യൂട്ടി തഹസീൽദാർ ടി പി അനിതയുടെ നേതൃത്വത്തിൽ പരിശോധനയുണ്ടാകും. നേരത്തെ റവന്യൂ അധികാരികൾ കണ്ടെത്തിയ ലിസ്റ്റിലെ 313 വീടുകൾ പുനരധിവസിപ്പിക്കേണ്ടതാണ് എന്ന് കണ്ടെത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ അതിൽ ഭൂരിപക്ഷം ആളുകളും ആ ലിസ്റ്റിൽ നിന്ന് പുറത്തുപോയിരിക്കുകയാണ്. അനർഹരായ ഒരുപിടി ആളുകൾ ഈ ലിസ്റ്റിൽ കടന്നുകൂടിയിട്ടുണ്ട്. അതേസമയം അർഹരായ പലരെയും ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള രാഷ്ട്രീയ ഇടപെടലുകളെക്കുറിച്ച് ഞങ്ങൾക്ക് സംശയമുണ്ട്. ഈ പ്രദേശത്തെ കോൺഗ്രസ് പ്രവർത്തകരെ, വിലങ്ങാട് മേഖലാ കോൺഗ്രസ് പ്രവർത്തകർ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അഭിജിത്ത് മുഴക്കുന്നാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. അഭിജിത്ത്, ഗുഡ് മോർണിംഗ്. അഭിജിത്ത്, ഈ കാര്യം ഇങ്ങനെ ഈ അനർഹർ പട്ടികയിൽ കടന്നുകൂടി അതിൽ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടായിരിക്കുന്നു, അത് എത്രത്തോളം വാസ്തവമുണ്ട്? അതിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തെല്ലാമാണ്? പ്രവിതാസ്മിത, ഈ പട്ടികയിൽ അനർഹർ ഉൾപ്പെട്ടത് രാഷ്ട്രീയമായ ചില കാര്യങ്ങൾ കൊണ്ടാണ്, അത്തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ടാണ് എന്നുള്ളതാണ് കോൺഗ്രസ് ആരോപണമായി ഉന്നയിക്കുന്നത്. ഇത് പ്രകാരം ഈ മാസം 18-ന് ഒരു പ്രതിഷേധ പരിപാടിയും കോൺഗ്രസ് ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട പ്രശ്നം, ഈ വിലങ്ങാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് നഷ്ടപരിഹാരം നൽകുന്നതിനായി റവന്യൂ വകുപ്പ് നേരത്തെ ഒരു പട്ടിക തയ്യാറാക്കിയിരുന്നു. ഇത്തരത്തിൽ 3 പട്ടികകളാണ് റവന്യൂ വകുപ്പ് തയ്യാറാക്കിയിട്ടുള്ളത്. അതിൽ വീട് പൂർണ്ണമായും നഷ്ടപ്പെട്ടവർ, വീട് താമസയോഗ്യ വീടും സ്ഥലവും വാസയോഗ്യമല്ലാത്തവർ, അങ്ങനെ 53 പേരുടെ പട്ടിക റവന്യൂ വകുപ്പ് തയ്യാറാക്കുന്നു. പക്ഷേ ഇതിൽ അനർഹർ ഉൾപ്പെട്ടു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പരാതി. ഒപ്പം തന്നെ അർഹരായവരെ ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളൊരു പരാതി കൂടി ഈ പ്രദേശവാസികളുടെ ഭാഗത്ത് നിന്ന് ഉയരുന്നുണ്ട്. നേരത്തെ ഈ വീട് നഷ്ടപ്പെട്ടവരെ ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഒടുവിൽ വന്ന പട്ടികയിൽ ആ വീട് നഷ്ടപ്പെട്ടവരുടെ പേരില്ല. ഒപ്പം തന്നെ വീടുള്ളവർ, അവരുടെ പേര് ഈ വാടക വീട്ടിൽ കഴിയുന്നവരുടെ പേരിനൊപ്പം ചേർത്ത് പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ ഗുരുതരമായ പല ആരോപണങ്ങളാണ് ഈ പ്രദേശവാസികൾ ഉന്നയിക്കുന്നത്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട് ഇവരുടെ പരാതി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഇപ്പോൾ ഒരു അന്വേഷണം റവന്യൂ വകുപ്പിന്റെ ഭാഗമായി ഉണ്ടാകുന്നത്. വടകര ഡെപ്യൂട്ടി തഹസിൽദാർ ടി പി അനിതയുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസിൽ ഒരു പരിശോധന നടത്തിയിട്ടുണ്ട്. കലക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലൊരു പരിശോധന നടത്തിയത്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് അവർ നൽകുകയും ചെയ്യും. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ജൂലൈയിലാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായത്. അതിനുശേഷം വലിയൊരു ദുരിതത്തിലാണ് ഈ വിലങ്ങാടുള്ളവർ കഴിയുന്നത്. നമുക്കറിയാം, വയനാട് ഉരുൾപൊട്ടൽ പോലെ തന്നെ വലിയ നാശമാണ് ആ മേഖലയിൽ വിതച്ചത്. ആൾനാശം കുറവാണെങ്കിൽ കൂടി സാമ്പത്തികമായി ആ മേഖലയിലുള്ളവരെ ഒന്നാകെ തകർത്തെറിഞ്ഞ ഒരു ഉരുൾപൊട്ടലായിരുന്നു അത്. അതിനുശേഷം നിരവധി കുടുംബങ്ങളാണ് ഇപ്പോഴും വാടക വീട്ടിൽ കഴിയുന്നത്. അതിൽ പലർക്കും ഈ വാടക ഇനത്തിൽ ലഭിക്കേണ്ട തുക പോലും ലഭിക്കുന്നില്ല എന്നുള്ളൊരു ദുരിതം, അത്തരത്തിലുള്ളൊരു ദുരവസ്ഥ കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട്. ഏതായാലും അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഈ അനർഹരെ കൂടി ഈ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നു, അർഹരായവർക്ക് ഈ പട്ടികയിൽ ഇടം ലഭിച്ചിട്ടില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ അതൊരു വിമർശനമായി, ഒരു പരാതിയായി മുന്നോട്ട് വരുന്നത്. ഏതായാലും റവന്യൂ വകുപ്പിന്റെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തുവരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.